2026 ജനുവരി മുതൽ അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധേയമായത്. ഒന്ന്, നികുതി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമം. മറ്റൊന്ന്, ഏകദേശം 40 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ. 2025 ജൂലൈയിൽ ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമം 2017 നികുതി വെട്ടിച്ചുരുക്കൽ നിയമത്തിലെ പല വ്യവസ്ഥകളും സ്ഥിരമായി നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം പുതിയ നികുതി ഇളവുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. അതായത് 2026 മുതലുള്ള ശമ്പളത്തിൽ ഈ മാറ്റങ്ങൾ കാണാം. ഇനി മുതൽ ഒറ്റയ്ക്ക് നികുതി നൽകുന്നവർക്ക് $16,100 വരെയും വിവാഹിതരായവർക്ക് ഒരുമിച്ച് നികുതി നൽകുന്നവർക്ക് $32,200 വരെയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാം. ഇത് മുമ്പത്തേക്കാൾ കൂടുതലാണ്. 7 നികുതി സ്ലാബുകൾ സ്ഥിരമായി നിലനിർത്തും. ഏറ്റവും ഉയർന്ന 37% നികുതി നിരക്ക് ഇനി മുതൽ $6,40,600 അല്ലെങ്കിൽ $7,68,700 വരുമാനമുള്ളവർക്ക് ബാധകമാകും. സംസ്ഥാന പ്രാദേശിക നികുതികൾ ക്ലെയിം ചെയ്യുന്നതിനുള്ള പരിധി $10,000 നിന്ന് $40,000 ഉയർത്തി. എന്നാൽ ഇത് $5 ലക്ഷം താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ്. ഈ ഉയർന്ന പരിധി 2029 വരെ ഓരോ വർഷവും 1% വീതം വർദ്ധിക്കും. ഇനി മുതൽ $25,000 വരെയുള്ള ടിപ്സ് വരുമാനത്തിന് നികുതി ഇളവ് ലഭിക്കും. $1,50,000 വരുമാനമുള്ളവരിൽ നിന്ന് ഇത് ഘട്ടം ഘട്ടമായി കുറക്കും. ഒറ്റയ്ക്ക് നികുതി നൽകുന്നവർക്ക് $12,500 വരെയും വിവാഹിതരായവർക്ക് $25,000 വരെയും ഓവർടൈം ശമ്പളത്തിന് നികുതി ഇളവ് ലഭിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാനെടുത്ത വായ്പയുടെ പലിശയായി നൽകുന്ന $10,000 വരെ നികുതി ഇളവായി ക്ലെയിം ചെയ്യാം. ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾക്ക് 100% ബോണസ് ഡിപ്രിസിയേഷൻ ഇനി സ്ഥിരമായി ലഭിക്കും. അതായത് പുതിയ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മുഴുവൻ തുകയും നികുതി ഇളവായി കണക്കാക്കാം. ഓരോ വ്യക്തിക്കും $15 മില്യൺ വരെ എസ്റ്റേറ്റ് നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. ഇത് പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിക്കും. 2026 ജനുവരി 1 മുതൽ പുതിയ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ പ്രകാരം യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തുള്ളതും സാധുവായ വിസ ഇല്ലാത്തതുമായ 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്ക് ബാധകമാകും. അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, ഹൈതി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ലഭിക്കില്ല. കൂടാതെ ബുർക്കിന ഫാസോ, മാലി, നൈജർ, ദക്ഷിണ സുഡാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നൈജീരിയ, വെനസ്വേല, ക്യൂബ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചില പ്രത്യേക വിസകൾ നിഷേധിക്കപ്പെടാം. എന്നാൽ മറ്റ് ചില വിസകൾ അനുവദിച്ചേക്കാം. പലസ്തീൻ അതോറിറ്റി നൽകുന്ന യാത്രാരേഖകൾ ഉപയോഗിക്കുന്നവർക്ക് പൂർണ്ണ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ മെഡിക്കെയർ പാർട്ട് ഡി ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരു വർഷം $2,100 വരെ കൂടുതൽ മരുന്നിനായി ചെലവഴിക്കേണ്ടി വരില്ല. മെഡിക്കെയർ പാർട്ട് ഡിയുടെ പരമാവധി ഡിഡക്റ്റബിൾ $615 വരും. മെഡിക്കെയർ പ്രിസ്ക്രിപ്ഷൻ പേയ്മെന്റ് പ്ലാനിൽ ഉള്ളവർക്ക് 2026 ഓട്ടോമാറ്റിക്കായി വീണ്ടും രജിസ്റ്റർ ചെയ്യാം. മെഡിക്കെയ്ഡ് എക്സ്പാൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഓരോ ആരോഗ്യ സേവനത്തിനും $35 വരെ സഹായത്തുക നൽകേണ്ടി വരും. ഗ്രീൻ കാർഡ് ലഭിച്ചവർക്ക് മെഡിക്കെയ്ഡിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് 5 വർഷം കാത്തിരിക്കേണ്ടി വരും. 2026 ജനുവരി മുതൽ ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾക്ക് കർശനമായ പരിധി ഏർപ്പെടുത്തുന്നുണ്ട്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം $20,500 ആജീവനാന്തം $1 ലക്ഷം വായ്പാ പരിധി. മെഡിക്കെയർ നിയമം പഠനം നടത്തുന്നവർക്ക് പ്രതിവർഷം $50,000 ആജീവനാന്തം $2 ലക്ഷം വായ്പാ പദ്ധതി. ഗ്രാജുവേറ്റ് പ്ലസ് ലോൺ പൂർണ്ണമായും നിർത്തലാക്കി. ആജീവനാന്ത വായ്പാ പരിധി ആകെ $2,57,000 എന്ന പുതിയ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 മുതൽ വിർജീനിയയിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. സംസ്ഥാന മിനിമം വേതനം വർദ്ധിപ്പിക്കും. സ്തനാർബുദ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പരിശോധനകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ പൂർണ്ണമായും പണം നൽകും. കാലിഫോർണിയയിൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമ നടപടികളിൽ പങ്കെടുക്കാൻ സെക് ലീവ് അനുവദിക്കും. അർബനീറ്റ്സ്, ഡൂർ ഡാഷ് പോലുള്ള ആപ്പുകൾ ഡ്രൈവർമാരുടെ ടിപ്സ് അവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന വരുമാനം കൃത്യമായി രേഖപ്പെടുത്തണം. ഫെഡറൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ 1.0% വർധനവ് ജനുവരി 2026 മുതൽ പ്രാബല്യത്തിൽ വരും. 2026 മോഡൽ വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾക്കുള്ള EPAയുടെ മൾട്ടി പൊല്യൂട്ടന്റ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് റദ്ദാക്കി.